പെട്ടെന്ന് തന്നെ തൗബ ചെയ്യണം എന്ന് പറഞ്ഞാൽ തൗബ പിന്തിപ്പിക്കരുത്, പിന്നെയാകാം എന്നുള്ളത് ചിന്തിച്ചാൽ അവസാനം നന്നാവുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മുടെ അവസാനം നമുക്കറിയില്ല, ഏത് സമയത്തും സംഭവിക്കും. അതുകൊണ്ട് ഏത് സമയത്താണ് മരണം നമ്മളെ പിടികൂടുക എന്നറിയാത്തത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അള്ളാഹുലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അടുത്ത കൊല്ലം നന്നാകാം എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്നാൽ എന്താ സംഭവിക്കുക? അതിനിടയിൽ നമുക്ക് മരിച്ചു പോകാം. ഇപ്പോൾ ആയിഷ എന്ന് പറയുന്ന ഒരു കവിയെ കുറിച്ചുള്ള ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആയിഷ എന്ന് പറഞ്ഞ ഒരു കവി ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കവിയാണ്. അയാൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി മക്കയിലേക്ക് വന്നു. അറിയപ്പെട്ട കവിയാണ് ആയിഷ ജാഹിലിയ കാലഘട്ടത്തിലെ. എന്താ സംഭവിച്ചത്? അയാൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. ഇയാൾ ഇസ്ലാം സ്വീകരിക്കാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ മക്കയിലേക്ക് അയാൾ പ്രവേശിക്കുന്നതിന് മുമ്പേ ചെന്ന് എന്ത് ചെയ്തു? അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഓഫറുകൾ കൊടുക്കാൻ, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക. കാരണം ഒരു കവി ആ കാലഘട്ടത്തിൽ, പ്രമുഖനായ ഒരു കവി ഇസ്ലാമിലേക്ക് വന്നാൽ അത് മുശ്രിക്കുകളെ സംബന്ധിച്ചൊരു വലിയ ക്ഷീണാണ്. അതുകൊണ്ടാണ് അയാളെ വഴിയിൽ വെച്ചിനെ തടഞ്ഞിട്ട് വലിയ മൂല്യമുള്ള ഒട്ടകങ്ങൾ അയാൾക്ക് സമ്മാനമായിട്ട് കൊടുത്തിട്ട് അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അയാൾ എന്താ ചിന്തിച്ചത്? അയാൾ പറയണേ, ഞാൻ ഒരു വർഷം ഈ പറഞ്ഞ സുഖങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് വീണ്ടും ഞാൻ മുഹമ്മദിന്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും? മുസ്ലിം ആകും എന്നാണ് പ്രഖ്യാപിച്ചത്. അയാൾ എന്താ പറഞ്ഞത്? ഒരു വർഷം എന്ത് ചെയ്യുക? ഈ കിട്ടിയ സ്വത്ത് അനുഭവിക്കുക. എന്താ സംഭവിച്ച്? അയാൾക്ക് കിട്ടിയ ഒട്ടകം അതിൽ അയാളുടെ നാട്ടിലേക്ക് ഒരു വർഷം അനുഭവിച്ചിട്ട് വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന് മുസ്ലിം ആകാമെന്ന് തീരുമാനിച്ചു പോയ അയാൾ ആ വഴിയിൽ വെച്ച് തന്നെ ഒട്ടകത്തിൽ നിന്ന് വീണ് മരിച്ചുപോയി. നോക്ക്, അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നന്നാകാമെന്ന് തീരുമാനിച്ചതാണ്, മുസ്ലിം ആകാൻ തീരുമാനം. പക്ഷെ എന്ത് ചെയ്തില്ല? അയാൾക്ക് അതിന് തൗഫീഖ് ലഭിച്ചില്ല. ഇതാണ് കാര്യം. ഇതിനൊരു കൊല്ലത്തിന്റെ വിഷയമൊന്നുമില്ല. നാളെ മാറാം, മറ്റന്നാൾ മാറാം എന്ന് ചിന്തിച്ച് നമ്മൾ തൗബ വൈകിപ്പിച്ചാൽ അതിന്റെ നഷ്ടം എന്താണ്? അതിനു മുമ്പ് നമുക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞു, നമ്മുടെ അവസാനം മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും. അതാണ് ഇതിൽ നിന്നുള്ള മറ്റൊരു പാഠം. തൗബ എന്ത് ചെയ്യണം? വളരെ വേഗത്തിലാക്കണം എന്ന പാഠം ഈ കഥയിലുണ്ട്.